ഹലോ, അപ്പോൾ നമ്മളെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇവിടുന്ന് ചൂണ്ടലൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീനെ കിട്ടണമെന്ന് നോക്കിയിട്ട് വേണം ഇവിടെ പോവാണ്. ഇപ്പോൾ ഇയാൾ ചൂണ്ടമുണ്ടല്ലോ ഒരു ഏറെ കോർക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒറിജിനൽ ഇട്ട് അത് റെഡിമെയ്ഡ് സാധനം വാങ്ങി കിട്ടുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് നല്ല അല്ല, എന്താ പറയുക, റബ്ബർ പോലത്തെ കണ്ടാൽ ചെമ്മീൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഇയാൾ ജപ്പാൻകാരനാട്ടോ. അവിടെ കുറച്ചാലും ചൂണ്ടലൊക്കെ ഇടുന്ന കണ്ടൊക്കെ, പക്ഷേ മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ ചൂണ്ടകൊക്കെ ഒരട്ടം മീൻ അടിച്ചു കൊണ്ടുപോയി. രണ്ടാമത് വേറിട്ടതാണ്. ഇപ്പം കിട്ടുന്ന ലക്ഷണം കാണില്ല. അപ്പം ഞങ്ങൾ അവിടെ പോരാണ്. ഇനിയിപ്പോലും മരുന്ന് കൊടുക്കാനായിട്ടുണ്ട്. നിറയെ പിന്നെ തണുപ്പും നല്ല ആയതുകൊണ്ട് അവന് ജാക്കറ്റ് ഇട്ടില്ല. ജാക്കറ്റില്ല വന്നാണ്. ക്രസൻ്റാണ്, ക്രസൻറ്റ്. കോട്ടുവായ കിട്ടുന്നുണ്ട്. വീണ്ടും മറീനയിലേക്ക് അങ്ങനെ തന്നെ ഞങ്ങൾ കിടക്കുന്നു. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെ പോകേണ്ടി വരും. ആ പാലങ്ങളൊക്കെ കിടക്കണ്ടേ, റോഡ് ക്രോസ് ചെയ്യണ്ടേ. ഇനി വണ്ടി ഇപ്പുറത്തന്നെ കുഴപ്പമില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടായപ്പോൾ എല്ലായിടത്തും വെളിച്ചൊക്കെ കത്തിച്ചതാ. നമ്മളിപ്പോൾ എന്തുകൊണ്ട് എക്സിറ്റ് അടിക്കുകയാണ്. റോഡ് ക്രോസ് കണ്ട് അതിനുള്ളിൽ കൂടെ കടന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് അപ്പുറത്തേക്ക് ഞങ്ങൾ വന്ന സ്ഥലത്ത് നടക്കാണ്ട് നടത്ത്. അപ്പുറത്ത് ലുലു മാളുണ്ട്. ലുലു കയറണ്ടല്ലോ നമുക്ക് പുറത്ത്. ഇതാണ് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ കണക്കുണ്ടാവും, പറയാൻ പറ്റില്ല. അതിനോട് കയറി ടൈം കുറേ പോവും. പോണാ പോവാ. നിങ്ങൾക്ക് വാങ്ങണ്ട സാധനം. ചായ അപ്പുറത്തുണ്ട്. തടി എന്നാക്കാനേ, തടി എന്നാക്കാനാ. ഞാനോ, ഞാൻ പറഞ്ഞില്ലേ കടി എന്നല്ല നോക്കാം. കടി പോണ്ടേ. പഴംപൊരി ഉണ്ട്. പഴംപൊരി മതിയോ? പഴംപൊരി എടുത്തോ. രണ്ട് പഴംപൊരി. ചായ പഴംപൊരി. മധുരയാണ് ഇത്. മധുരം കുറവല്ല. എൻ്റെ പാടുന്നാവും മതി. പഴംപൊരി ടേസ്റ്റ് ഉണ്ടോ? കാണുമ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് അറിയാം. കഴിച്ചാലല്ലേ ടേസ്റ്റ് അറിയാം. കഴിച്ചോക്കട്ടെ. കഴിച്ച് നോക്കാം. എനിക്ക് പൈസ ഒന്നും വേണ്ട. എനിക്ക് പൈസ ഒന്നും വേണ്ട അറിയാം. പൈസ വേണ്ട. ഞാൻ കുറച്ച് പൈസ തരാണ്ട്. ഇപ്പം എന്നാ വേണ്ടല്ലേ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. എനിക്ക് എന്താ പൈസ തന്നോ? ഇല്ല. ചായ, ഇതെൻ്റെ ചായ. തണുത്ത കാറ്റ് പിടിക്കണില്ല. തണുത്ത കാറ്റ് പിടിക്കണേ. ഇതൊന്ന് ഒന്ന് നോക്കിക്കാം. ആണിച്ചോ.
നല്ല അടിപൊളി ചായ ഉണ്ട്. പഴംപൊരി ചായ ചെക്കനെ വാക്കേട്ടോ. സാധനം ആളുകൾ കൂടില്ല. നമ്മൾ വരുമ്പോൾ നല്ല ഫ്രീ ഉള്ള സ്ഥലമാണ്. വാങ്ങല്ലേ? ആ ഇന്ന് വാങ്ങിയിടാം. മാംഗോ അല്ലേ? മാംഗോ पिस्ता which one good? कौन सा अच्छा है? मैंगो अवोकाडो। कौन सा है टेस्ट? अच्छा पिस्ता आइसक्रीम हाँ अच्छा ही है। मैंगो अवोकाडो दिस वाला, ये वाला इधर नोट आड़ तो मिक्सिंग हाँ मैंगो यो पिस्ता കൂടെ आइसक्रीम आइसक्रीम മാംഗോയും പിസ്തയുള്ള ഐസ്ക്രീമാണ്. അടിപൊളി സാധനമാണ്. ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളി. ആ എന്നാ പിടിക്കേ. പിന്നെ ആലോചിക്കണത് ഇപ്പം എങ്ങനെ കഴിക്കുക. അങ്ങനത്തെ കഴിച്ചാൽ മതി, ഒന്നും ആലോചിക്കണ്ട അല്ലേ? कितने അതാ വലുതാവും. പക്ഷെ അത് ഇതന്നെ അവിടെ രസം. ഞങ്ങൾ കഴിച്ചിരുന്നു. മാംഗോ രസം കഴിച്ചതുകൊണ്ട് പറഞ്ഞത്. ഇതെങ്ങനെ ഇപ്പൊ കഴിക്കാല കൊമ്പായിട്ട് നിക്കണേ. ആ ഇരിക്കണ്ട, ഇവിടെ ഇരിക്കണ. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. പക്ഷേ ഇത് വലിപ്പം കണ്ടാലേ ഇത്ര വില ഉണ്ടെന്ന് വിചാരിക്കണ്ട. പക്ഷെ വില കുറവാണ് കേട്ടോ. അത്യാവശ്യം വില ഒന്നുമില്ല. അവിടെ കുഴപ്പമില്ല. ഇരുന്നോ എന്ത് കഴിച്ചൂടെ? ടേസ്റ്റില്ല എങ്ങനെയുണ്ടേ? ഞാൻ അടിപൊളിയല്ല. അത് അതിൽ ടേസ്റ്റ് നോക്കാം. മാംഗോ പിസ്റ്റാണോ ഞാൻ പറഞ്ഞേ? നല്ല അടിപൊളി സാധനം കേട്ടോ. ഇവിടേക്ക് വേറെ വരുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങി ടേസ്റ്റ് വെക്കും. വലിയ വിലയില്ല. അവന് തിന്നണെടുക്കണ്ടാന്ന്. ഞാൻ തിന്നണെടുക്കണില്ല, അതന്നെ എടുക്കണുള്ളൂ. ഇവിടെ അപ്പുറം വെള്ളത്തിൻ്റെ പാർക്കാണ്. ഇത് തിന്നിട്ട് കഴിയണമില്ല. പൈസ നല്ല ഉണ്ട്. എപ്പോഴും കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടില്ല. പിന്നെ പുറത്തുള്ള തണുപ്പുണ്ട്. കുത്തി അമർത്തുണ്ട് വായിക്കട്ടെ. ഐസ്ക്രീമും തണുപ്പ് ഇത് തിന്നേട്ടാണ് വീട്ടിൽ പോകാൻ. അതൊക്കെ തീയൊക്കെ കത്തി ചൂടായിട്ട് ഇലക്ട്രിക്കലിൻ്റെ തട്ടപ്പോൾ പുതിയ ഇറങ്ങിയ മോഡലാണ്. ആളെ കുറഞ്ഞ് നല്ല തണുപ്പുണ്ട് പോലെ. ഞങ്ങളെ മാർക്കറ്റിനോട് ഇവിടെ പറയുകയാണ്. മാർക്കറ്റ് ഇവിടെ ഒന്നുമില്ല, കാര്യമായിട്ട് കാണുന്നില്ല. ഇവിടെ കുറച്ച് ഫുഡ് അടിക്കുന്ന ഷോപ്പുകളും ഉണ്ട്, കുറച്ച് ടെക്സ്റ്റൈൽസ് ഉണ്ട്, കുറച്ച് എന്താണ് കോസ്മെറ്റിക് ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ കാര്യമായിട്ടുള്ളത്. ഇവിടെ ഇവിടെ നിർത്തൂല. ഇവിടെ സീനല്ല. ഇവിടെ നിർത്തടാ. ഇല്ല
നേരെ പോകും. സീനിയർ കിടന്നാൽ ഓപ്പൺ ആയാൽ പിന്നെ നമ്മൾ കറങ്ങേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് ഞങ്ങൾ ബസ് കയറാൻ പോവാണ്. ഇപ്പോൾ ബസ് കുറച്ച് അപ്പുറത്താണ് നിർത്തുക. സിഗ്നലിൽ അപ്പുറത്ത് നിർത്തും. അതൊരു അങ്ങോട്ട് കടക്കണം. വെറുതെ ഓണടിച്ചുണ്ടാക്കണത് ആരാണ്? ഇരുപത്തി കളവനാണ്. അയാൾ നോക്കണമെന്നില്ല. ഓനിട്ടെടുത്ത മിസ്റ്റേക്ക് ഉണ്ട്. ഓന് ഉണ്ടോ വാറണ്ടി കാർഡ് ഇട്ട് കണ്ട് അവിടെ നിർത്തിയവനങ്ങനെ ശരിയാവില്ല. ബസ് എപ്പോഴും കിട്ടും പെടുന്നത്. അതിന് മേലെ കാര്യമായിട്ട് എന്തോ മാളുണ്ട്. എന്താണ് ഫുഡ് കോർട്ടുള്ള പുതിയ തുടങ്ങിയതാണല്ലോ ബലൂണ് കണ്ണേ. പക്ഷെ അവിടെ കസ്റ്റമർ കിട്ടാൻ ചാൻസ് കുറവാണ്. അവിടെ ഓണടിക്കണോക്കാ വെറുതെ ഓണടിക്കുക. ഇത് പെട്ടെന്ന് കത്തുമോ? അതാണ് ഇത് കത്തില്ല. പച്ച വാസമാണ് രാവിലെ ഒരിക്ക് ആ നിർത്തുന്ന ക്യാപ്പിൽ അവിടെ നിന്ന് കയറാം. അത് നമുക്കുള്ള തന്നെയാണ്. പക്ഷെ ഇനി അടുത്ത കത്തണ്ട റെഡാവണോ എന്നാലും കിട്ടുള്ളൂ. കിട്ടൂല. ഇവിടെ ഇപ്പം നിർത്തൂല. നിർത്താനല്ലടാ പോലീസുകാർ ഓടിക്കൂല. നിർത്താൻ പാടില്ലല്ലോ. ഇങ്ങനെ സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അല്ലേ കയറാം. ഇനിയിപ്പോൾ റെഡാവണോ? തണുപ്പൊക്കെ കൂടി ബസ് ഇറങ്ങി. ഇവിടെ നിന്നാണ് ബസ് വരാനുള്ളത്. ഇത് നടത്താനൊക്കെ ഉള്ളത്. ഇതൊക്കെ നേരെ സിറ്റിക്കുള്ള ബസ്സാണ്. സിറ്റി ബസ്സാണ്. ഇനി അപ്പുറത്ത് പോയിട്ട് കറങ്ങി പോകും. ഇല്ല അതും അങ്ങോട്ടില്ല. അല്ല സിറ്റിക്കാവും ആയിരിക്കണം. തണുത്തിട്ട് വിറക്കുണ്ട്. ചളിയാടി കയറും കൂടി ഇല്ല. ഫീസ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. 2 കിലോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. എന്താ ഒരാൾക്ക് സിംഗിൾ ട്രിപ്പ് 250 ഫീസ്. അങ്ങനെ 2 ഉണ്ട്. ടിക്കറ്റ് നമ്മൾ എപ്പോഴും കയ്യിൽ കയറുന്നത് നല്ലതാണ്. കാരണം ഇവിടെ പോലീസിൻ്റെ ചെക്കിങ്ങൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാണ്ടെങ്കിൽ ചെക്കിങ്ങാണ്. പിന്നെ ഇവരെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ ചെക്കിങ് ഉണ്ടാവും. എനിക്ക് വരലുണ്ട്. അപ്പോൾ അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നം. നമ്മൾ ഇറക്കി വിടും. ഫൈൻ ഉണ്ടാവും. അതൊക്കെ തന്നെ. ഞങ്ങൾ ആദ്യം ബസ് കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. വണ്ടികളൊക്കെ ഉണ്ട്. ചേരിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഇവിടുത്തെ വണ്ടികളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് അറിയില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊന്നും. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയുന്നത് അതാണ് ബസ് സ്റ്റോപ്പ്. KPTCൻ്റെ ബസ് സ്റ്റോപ്പാണ്. ഞങ്ങൾ കയറി അവൾ അപ്പുറത്താണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നേരെ വീട്ടിലേക്ക് നടന്ന് പോവുക.